Hey guys, welcome back. It's me Shaz. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും അതുപോലെ തന്നെ റീൽസിനും ഒരുപാട് റീച്ചും വ്യൂസും കിട്ടണോ എങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു 3 ട്രിക്സ് ഷെയർ ചെയ്ത് തരാം. ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന് വളരെയധികം റീച്ചും അതുപോലെ തന്നെ വളരെയധികം വ്യൂസും ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വളരെ ചെറുതാക്കിയിട്ട് ഈ ഒരു വീഡിയോ ഷോർട്ട് ആക്കിയിട്ട് തീരെ ലാഗില്ലാതെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും ലാഗാക്കുന്നില്ല. ഈ ഒരു ട്രിക്സും കാര്യങ്ങളും നോക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുപോലത്തെ കിടിലൻ ട്രിക്സിന് വേണ്ടി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒരു പ്രൊഫൈൽ പിക്കും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മളൊരു പ്രൊഫൈൽ പേജിലോട്ട് ജസ്റ്റ് ഒന്ന് വരിക. അവിടെ നിങ്ങളുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുന്നതോടൊപ്പം തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങളൊരു പ്രൊഫഷണൽ അക്കൗണ്ട് ആണെങ്കിലും നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻസൈറ്റ് കാണാനായിട്ട് വരും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഇൻസൈറ്റിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് നിങ്ങളുടെ ഒരുപാട് അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഇംപ്രഷൻസ്, എൻഗേജ്മെൻറ്റ്, അതുപോലെ തന്നെ അവിടെ വായിൽ കിട്ടാത്ത ഒരുപാട് തരത്തിലുള്ള വാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ അവിടെ ട്രെൻഡിങ് സോങ്സ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് കാര്യമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇത്രയും കാലമായിട്ട് അവിടെ ഒരു ഇൻസൈറ്റിൽ അങ്ങനെ ഒരു ഫീച്ചറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അവിടെ ആ ട്രെൻഡിങ് സോങ്സിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഗ്ലോബലിയോ വളരെയധികം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം വ്യൂസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോങ്സോ അല്ലെങ്കിൽ ഒരു സോങ്ങിൻ്റെ ലിസ്റ്റ് തന്നെയോ അവിടെ കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പോസ്റ്റിനോ റീൽസിനോ ഗ്ലോബൽ ലെവലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇന്ത്യ ലെവലിലോ നമ്മൾക്ക് എന്ത് കിട്ടും? റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ആൽഗോരിതം അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എത്രത്തോളം ഓരോ വീഡിയോസും പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു ആൽഗോരിതം അനുസരിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ വീഡിയോസിനും കിട്ടും ഒരുപാട് റീച്ച്. രണ്ടാമതായിട്ടുള്ള കാര്യം, ആ ഒരു ഇൻസൈറ്റിൻ്റെ കുറച്ചുകൂടെ അടിയിലോട്ട് വന്നാൽ നിങ്ങൾക്ക് അവിടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ കാണാനായിട്ട് പറ്റും. ട്രെൻഡിങ് സോങ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തും ഉണ്ട്. പക്ഷേ അവിടെ 2 ഫീച്ചേഴ്സ് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. അക്കൗണ്ട്സും അതുപോലെ തന്നെ കണ്ടന്റും. കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോളോവേഴ്സ് ലിസ്റ്റിലുള്ള ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റും അതുപോലെ തന്നെ നിങ്ങളുടെ സിമിലർ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ സിമിലാരിറ്റി വളരെയധികമുള്ള കുറച്ച് പോസ്റ്റുകളും അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോളോ ലിസ്റ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അക്കൗണ്ട്സ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അവരുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് പോസ്റ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റീൽസുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് റീച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ റീൽസിൻ്റെ ഡ്യൂറേഷൻ മാക്സിമം ഒന്ന് കുറയ്ക്കുക. അതായത് 10 to 15 സെക്കൻഡ്സിൻ്റെ ഉള്ളിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ടോ വരുന്ന രീതിക്ക് നിങ്ങളുടെ റീൽസിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു കാര്യം വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊന്നും അതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസ് മാക്സിമം ക്രിയേറ്റിവിറ്റി ആ ഒരു 15 സെക്കൻഡിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വീഡിയോസിൻ്റെ റീച്ച് മില്യൺസിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് മാത്രമേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.